അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തൈസീറുൽ കുബ്ര ബിശറഹി അജ്നാസിൽ കുബ്ര, ദർസ് 38. ആദ്യം മത്ന് നോക്കുക. അജ്നാസുൽ കുബ്ര. തതിമ്മത്തുൻ സമാപനമാണ്, അനുബന്ധമാണ്. തതിമ്മത്തുൻ എന്നത് കളയപ്പെട്ട മുബ്തദഇന്റെ ഖബറാണ്. ഹാദിഹി ഇത് തതിമ്മത്തുൻ സമാപനമാണ്. വഉൽഹിഖ ചേർക്കപ്പെട്ടു, ബിഹാദൽ വസ്നി ഈ പദരൂപ മാതൃകയോട്, ഈ പദമാതൃകയോട്. വസ്നുൻ പദരൂപ മാതൃക, പദമാതൃക. സിത്തതു ഔസാനിൻ 6 പദരൂപ മാതൃകകൾ, 6 പദമാതൃകകൾ. മിനസ് സുലാസിയിൽ മസീദി ഫീഹി സുലാസി മസീദു ഫീഹിയിൽ നിന്ന്. വഉൽഹിഖ ബിഹാദൽ വസ്നി സിത്തതു ഔസാനിൻ മിനസ് സുലാസിയിൽ മസീദി ഫീഹി. ഈ പദമാതൃകയോട് സുലാസി മസീദു ഫീഹിയിൽ നിന്ന് 6 പദമാതൃകകൾ ചേർക്കപ്പെട്ടു. ഇനി മത്നും ഷറഹും കൂടി നോക്കുക. ഷറഹ് തൈസീറുൽ കുബ്ര. തതിമ്മത്തുൻ വഉൽഹിഖ ബിഹാദൽ വസ്നി ഫഅലല. ഫഅലല അതായത് ഫഅലലയോട്, ഫഅലല വസ്നിനോട്, ഫഅലല വസ്നിനോട് ചേർക്കപ്പെട്ടു. വഹുവ അത് സിത്തതു ഔസാനിൻ 6 പദമാതൃകകളാണ്. മിനസ് സുലാസിയിൽ മസീദി ഫീഹി സുലാസി മസീദു ഫീഹിയിൽ നിന്ന്. വഉൽഹിഖ ബിഹാദൽ വസ്നി സിത്തതു ഔസാനിൻ ഈ വസ്നിനോട് 6 വസ്നുകൾ ചേർക്കപ്പെട്ടു എന്ന് മത്ന് മാത്രം പറയുമ്പോൾ സിത്തത്തു എന്നത് നായിബ് ഫായിലാണ്. മിനസ് സുലാസിയിൽ മസീദി ഫീഹി സുലാസി മസീദു ഫീഹിൽ നിന്ന്. അഹദുഹ അവയിൽ ഒന്ന്. ബാബു ഫഅലല ഫഅലല ബാബാണ്. ഫഅലല യുഫഅലിലു ഫഅലല യുഫഅലിലു ബാബാണ്. ഹറകത്തുഹു അതിൻ്റെ ഹറക്കത്ത് കമാ ദുകിറ പറയപ്പെട്ടതുപോലെയാണ്. ഫി ദഹ്റജ യുദഹ്രിജു ദഹ്റജ യുദഹ്രിജു എന്നതിൽ. വഖിസ് അലാ ഹാദാ നീ അതിൻ്റെ മേൽ ഖിയാസാക്കുക, നീ ഇതിൻ്റെ മേൽ ഖിയാസാക്കുക. അലാ ഹാദാ ഇതിൻ്റെ മേൽ, നീ ഇതിൻ്റെ മേൽ ഖിയാസാക്കുക. വബി സിയാദത്തിൽ ലാമിൽ വാഹിദത്തി ഒരു ലാമിനെ വർദ്ധിപ്പിക്കൽ കൊണ്ടും. നഹ്വ ജൽബബ. ഇനി മത്തിന് മാത്രം നോക്കുക. അജ്നാസുൽ കുബ്ര. നഹ്വ ജൽബബ യുജൽബിബു ജൽബബതൻ
വജിൽബാബൻ വഹുവ മുജൽബിബുൻ വജുൽബിബ യുജൽബബു ജൽബബതൻ വജിൽബാബൻ ഫഹുവ മുജൽബബുൻ അൽ അംറു മിൻഹു ജൽബിബ് ലിയുജൽബിബ് ലിയുജൽബബ് വന്നഹിയു ലാ തുജൽബിബ് ലാ യുജൽബിബ് ലാ യുജൽബബ്. ഇനി മത്തുനും ഷറഹും കൂടി നോക്കുക. വബിസിയാത്തിൽ ലാമിൽ വാഹിദത്തി, ഒരു ലാമിനെ വർദ്ധിപ്പിക്കൽ കൊണ്ടും, നഹ്വ ജൽബബ യുജൽബിബു, ജൽബബ യുജൽബിബു പോലെ. ജൽബബ എന്നതിൻ്റെ അർത്ഥങ്ങൾ ശ്രദ്ധിക്കുക. ജൽബബ, അവൻ മേൽവസ്ത്രം ധരിച്ചു, അവൻ വസ്ത്രമണിഞ്ഞു, അവൻ കുപ്പായം ധരിച്ചു. യുജൽബിബു, അവൻ മേൽവസ്ത്രം ധരിക്കുന്നു, അവൻ മേൽവസ്ത്രം ധരിക്കും. അവൻ വസ്ത്രമണിയുന്നു, അവൻ വസ്ത്രമണിയും. അവൻ കുപ്പായം ധരിക്കുന്നു, അവൻ കുപ്പായം ധരിക്കും. ജൽബബതൻ വജിൽബാബൻ. ജൽബബതൻ എന്നതിൻ്റെ അർത്ഥവും ജിൽബാബൻ എന്നതിൻ്റെ അർത്ഥവും മേൽ വസ്ത്രം ധരിക്കൽ, വസ്ത്രമണിയൽ, വസ്ത്രം ധരിക്കൽ, കുപ്പായം ധരിക്കൽ. ഫഹുവ മുജൽബിബുൻ. മുജൽബിബുൻ എന്നതിൻ്റെ അർത്ഥങ്ങൾ: മേൽവസ്ത്രം ധരിച്ചവൻ, മേൽവസ്ത്രം ധരിച്ച, മേൽവസ്ത്രം ധരിക്കുന്നവൻ, മേൽവസ്ത്രം ധരിക്കുന്ന, വസ്ത്രമണിഞ്ഞവൻ, വസ്ത്രമണിഞ്ഞ, വസ്ത്രമണിയുന്നവൻ, വസ്ത്രമണിയുന്ന, കുപ്പായം ധരിച്ചവൻ, കുപ്പായം ധരിച്ച, കുപ്പായം ധരിക്കുന്നവൻ, കുപ്പായം ധരിക്കുന്ന. വിവിധ സന്ദർഭങ്ങളിൽ വിവിധ അർത്ഥങ്ങൾ ഉണ്ടാകും. വജുൽബിബ യുജൽബബു ജൽബബതൻ വജിൽബാബൻ ഫഹുവ മുജൽബബുൻ. ജുൽബിബ, മേൽവസ്ത്രം ധരിക്കപ്പെട്ടു. കുപ്പായം ധരിക്കപ്പെട്ടു, വസ്ത്രം അണിയപ്പെട്ടു. യുജൽബബു എന്നതിൻ്റെയും ജൽബബതൻ എന്നതിൻ്റെയും ജിൽബാബൻ എന്നതിൻ്റെയും അർത്ഥങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുക. മുജൽബബുൻ എന്നതിൻ്റെ അർത്ഥവും ചിന്തിച്ച് മനസ്സിലാക്കണം. അത് ഞാൻ ഇപ്പോൾ പറയാത്തത്, ഈ അർത്ഥങ്ങൾ ചിലപ്പോൾ മാത്രമേ വരികയുള്ളൂ. ഇപ്പോൾ ഞാൻ പറഞ്ഞവ ഉപയോഗം കുറവായിരിക്കും. ഇവ പറയേണ്ട സാഹചര്യങ്ങൾ വളരെ കുറവായിരിക്കും. അൽ അംറു മിൻഹു ജൽബിബ് ലിയുജൽബിബ് ലിയുജൽബബ്. ജൽബിബ്, നീ മേൽവസ്ത്രം ധരിക്കൂ, നീ വസ്ത്രമണിയൂ, നീ വസ്ത്രം ധരിക്കൂ, നീ കുപ്പായം ധരിക്കൂ. ലിയുജൽബിബ്, അവൻ മേൽവസ്ത്രം ധരിക്കട്ടെ, അവൻ വസ്ത്രമണിയട്ടെ, അവൻ വസ്ത്രം ധരിക്കട്ടെ, അവൻ കുപ്പായം ധരിക്കട്ടെ. ചിലപ്പോൾ മാത്രം ലിയുജൽബബ് എന്ന് പറയേണ്ട ആവശ്യമുണ്ടാവും.
വന്നഹിയു ലാ തുജൽബിബ്, ലാ തുജൽബിബ്, നീ മേൽവസ്ത്രം ധരിക്കരുത്, നീ വസ്ത്രമണിയരുത്, നീ വസ്ത്രം ധരിക്കരുത്, നീ കുപ്പാൻ ധരിക്കരുത്. ലാ യുജൽബിബ്, അവൻ മേൽവസ്ത്രം ധരിക്കരുത്, അവൻ വസ്ത്രമണിയരുത്, അവൻ വസ്ത്രം ധരിക്കരുത്, അവൻ കുപ്പാൻ ധരിക്കരുത്. ചിലപ്പോൾ ലാ യുജൽബബ് എന്ന് പറയേണ്ടി വരും. ഇത് ഉപയോഗം കുറവായിരിക്കും. അംറ ഹാദിറിന്റെ ഷറഹ് നോക്കുക. അൽ അംറു ലിൽ ഹാദിരി മിൻഹു ജൽബിബ് വൽ ഗായിബു മിൻഹു ലിയുജൽബിബ് ലിയുജൽബബ് വന്നഹിയു ലിൽ ഹാദിരി മിൻഹു ലാ തുജൽബിബ് വൽ ഗായിബു മിൻഹു ലാ യുജൽബിബ് ലാ യുജൽബബ്. ഇനി മത്തിന് നോക്കുക. അജ്നാസുൽ കുബ്ര വൽ വസ്നു സാനി മിൻഹു, അതിൽ നിന്ന് രണ്ടാം വസ്ന്. മത്തിനില് വസാനി എന്ന് മാത്രമേ ഉള്ളൂ. മത്തിന് മാത്രം ആദ്യം നോക്കൂ. വസാനി രണ്ടാമത്തത് ഫൗ അല, ഫൗ അലയാണ്. വസാനി ഫൗ അല, രണ്ടാമത്തത് ഫൗ അലയാണ്. ബിസിയാത്തിൽ വാവി ബഅദൽ ഫാഇ, ഫാഇനു ശേഷം വാവിനെ വർദ്ധിപ്പിക്കൽ കൊണ്ട്. നഹ്വ ജൗറബ യുജൗരിബു, ജൗറബ യുജൗരിബു, ജൗറബതൻ വജീറാബൻ. നഹ്വ ജൗറബ യുജൗരിബു, ജൗറബ യുജൗരിബു പോലെ. ജൗറബ അവൻ കാലുറ അണിയിച്ചു, അവൻ കാലുറ അണിഞ്ഞു. അവൻ കാലുറ ധരിപ്പിച്ചു, അവൻ കാലുറ ധരിച്ചു. അവൻ ഷൂ ഇട്ടു. യുജൗരിബു അവൻ കാലുറ അണിയുന്നു, അവൻ കാലുറ അണിയും. അവൻ കാലുറ ധരിപ്പിക്കുന്നു, അവൻ കാലുറ ധരിപ്പിക്കും. അവൻ കാലുറ ധരിക്കുന്നു, അവൻ കാലുറ ധരിക്കും. അവൻ ഷൂ ഇടുന്നു, അവൻ ഷൂ ഇടും. ജൗറബത്തൻ എന്നതിൻ്റെയും ജീറാബൻ എന്നതിൻ്റെയും, ജൗറബത്തൻ എന്നതിൻ്റെയും ജീറാബൻ എന്നതിൻ്റെയും അർത്ഥങ്ങൾ: കാലുറ അണിയിക്കൽ, കാലുറ അണിയൽ, കാലുറ ധരിപ്പിക്കൽ, കാലുറ ധരിക്കൽ, ഷൂ ഇടൽ. ഫഹുവ മുജൗരിബുൻ, മുജൗരിബുൻ എന്നതിൻ്റെ അർത്ഥങ്ങൾ ശ്രദ്ധിക്കുക. കാലുറ അണിയിച്ചവൻ, കാലുറ അണിയിച്ച, കാലുറ അണിയിക്കുന്നവൻ, കാലുറ അണിയിക്കുന്ന, കാലുറ അണിഞ്ഞവൻ, കാലുറ അണിഞ്ഞ, കാലുറ അണിയുന്നവൻ, കാലുറ അണിയുന്ന, കാലുറ ധരിപ്പിച്ചവൻ, കാലുറ ധരിപ്പിച്ച, കാലുറ ധരിപ്പിക്കുന്നവൻ, കാലുറ ധരിപ്പിക്കുന്ന, കാലുറ ധരിച്ചവൻ, കാലുറ ധരിച്ച, കാലുറ ധരിക്കുന്നവൻ, കാലുറ ധരിക്കുന്ന, ഷൂ ഇട്ടവൻ, ഷൂ ഇട്ട, ഷൂ ഇടുന്നവൻ, ഷൂ ഇടുന്ന. ഇങ്ങനെ ധാരാളം അർത്ഥങ്ങൾ ഞാൻ പറയാൻ കാരണം വിവിധ സന്ദർഭങ്ങളിൽ വിവിധ അർത്ഥങ്ങൾ പറയേണ്ടി വരും. കൂടുതൽ യോജിച്ച അർത്ഥങ്ങൾ തെരഞ്ഞെടുത്ത് പറയാൻ പിന്നീട് നിങ്ങൾക്ക് സൗകര്യപ്പെടണം. അതിന് പല അർത്ഥങ്ങൾ പഠിച്ചു വെക്കണം. വജൂരിബ യുജൗറബു, ജൗറബത്തൻ
വജീറാബൻ ഫഹുവ മുജൗറബുൻ. ജൂരിബ അവൻ കാലുറ അണിയിക്കപ്പെട്ടു, അവൻ കാലുറ ധരിപ്പിക്കപ്പെട്ടു. യുജൗറബു അവൻ കാലുറ അണിയിക്കപ്പെടുന്നു, അവൻ കാലുറ അണിയിക്കപ്പെടും. അവൻ കാലുറ ധരിപ്പിക്കപ്പെടുന്നു, അവൻ കാലുറ ധരിപ്പിക്കപ്പെടും. ജൗറബത്തൻ എന്നത് മജ്ഹൂലായ മസ്തുറായി പറയുമ്പോൾ, അതുപോലെ ജീറാബൻ എന്നത് മജ്ഹൂലായ മസ്തുറായി പറയുമ്പോൾ ഏതെല്ലാം അർത്ഥങ്ങൾ വരും? കാലുറ അണിയിക്കപ്പെടൽ, കാലുറ ധരിപ്പിക്കപ്പെടൽ എന്നീ അർത്ഥങ്ങൾ വരും. മുജൗറബുൻ കാലുറ അണിയിക്കപ്പെട്ടവൻ, കാലുറ അണിയിക്കപ്പെടുന്നവൻ. കാലുറ ധരിപ്പിക്കപ്പെട്ടവൻ, കാലുറ ധരിപ്പിക്കപ്പെടുന്നവൻ. അൽ അംറു മിൻഹു ജൗരിബ് ലിയുജൗരിബ് ലിയുജൗറബ് വന്നഹിയു ലാ തുജൗരിബ് ലാ യുജൗരിബ് ലാ യുജൗറബ്. ഓരോന്നിൻ്റെയും അർത്ഥങ്ങൾ പറയാൻ കുറേ സമയം വേണം. ഞാൻ നേരത്തെ പറഞ്ഞ അർത്ഥങ്ങൾ അനുസരിച്ച് ജൗരിബ് എന്നതിൻ്റെയും ലിയുജൗരിബ് എന്നതിൻ്റെയും ലിയുജൗറബ് എന്നതിൻ്റെയും ലാ തുജൗരിബ് എന്നതിൻ്റെയും ലാ യുജൗരിബ് എന്നതിൻ്റെയും ലാ യുജൗറബ് എന്നതിൻ്റെയും അർത്ഥങ്ങൾ നിങ്ങൾ ചിന്തിച്ച് കണ്ടെത്തണം. അങ്ങനെ ചിന്തിച്ച് അർത്ഥം പറയുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് പറയണം, അല്ലെങ്കിൽ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് പെട്ടെന്ന് പറയുമ്പോൾ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. ഇനി മത്നും ഷറഹും കൂടി നോക്കുക. വൽ വസ്നു സാനി മിൻഹു ഫൗഅല യുഫൗഇലു. അതിൽ നിന്ന് രണ്ടാം വസ്ന്, രണ്ടാം പദമാതൃക ഫൗഅല യുഫൗഇലു, ഫൗഅല യുഫൗഇലു ആകുന്നു. ബിഫത്ഹിൽ ഐനി ഫിൽ മാളി, മാളിയിൽ ഐനിന് ഫത്ഹ കൊണ്ട്, വകസ്രിഹ അതിന് കസ്ർ കൊണ്ടും, ഫിൽ മുളാരിഇ മുളാരിഇൽ, വബിസിയാത്തിൽ വാവി വാവിനെ വർദ്ധിപ്പിക്കൽ കൊണ്ടും, ബഅദൽ ഫാഇ ഫാഇന് ശേഷം. നഹവ ജൗറബ യുജൗരിബു ജൗറബത്തൻ വജീറാബൻ ഫഹുവ മുജൗരിബുൻ വജൂരിബ യുജൗറബു ജൗറബത്തൻ വജീറാബൻ ഫഹുവ മുജൗറബുൻ. അൽ അംറു ലിൽ ഹാദിർ മിൻഹു, അതിൽ നിന്നുള്ള അംറു ഹാദിർ ജൗരിബ്, ജൗരിബ് എന്നാണ്. വൽ ഗായിബ് മിൻഹു ലിയുജൗരിബ് ലിയുജൗറബ്. വൻ നഹിയു ലിൽ ഹാദിർ മിൻഹു, അതിൽ നിന്നുള്ള നഹി ഹാദിർ ലാ തുജൗരിബ്, ലാ തുജൗരിബ് എന്നാണ്. വൽ ഗായിബ് മിൻഹു, അതിൽ നിന്നുള്ള ഗായിബ് നഹി ഗായിബ് ലാ യുജൗരിബ് ലാ യുജൗറബ്. അവസാനം പ്രത്യേകമായി പറയാനുള്ളത്, പല ഫിഅലുകളുടെയും പല അർത്ഥങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പല മസ്ദറുകളുടെയും ഇസ്മു ഫാഇലുകളുടെയും പല അർത്ഥങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇസ്മു മഫ്ഊലിന്റെ പല അർത്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സമയക്കുറവ് കൊണ്ട് ചിലത് പറയാതെ ചിന്തിച്ച് നിങ്ങളോട് പറയാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഈ സബക്ക് ആവർത്തിച്ച് കേൾക്കുകയും, സബക്ക് കേൾക്കുമ്പോൾ ആവർത്തിച്ച് കേൾക്കുമ്പോൾ ഒരു നോട്ട് ബുക്കിൽ പോയിന്റുകൾ എഴുതി വെക്കുകയും ചെയ്യണം. നിങ്ങൾ കണ്ടെത്തേണ്ടവ ചിന്തിച്ച് കണ്ടെത്തുകയും അതിനുശേഷം അതും എഴുതി വെക്കണം. എന്നിട്ട് ആവർത്തിച്ച് പഠിക്കണം. ഇടയ്ക്കിടെ ഓർമ്മ പുതുക്കണം. എന്നാൽ ഭാവിയിൽ വളരെയധികം ഉപകാരപ്പെടും. അല്ലാഹു തആല നമ്മുടെ ദർസ് സ്വീകരിക്കട്ടെ. നമ്മുടെ എല്ലാ നല്ല പ്രവർത്തനങ്ങളും സ്വീകരിക്കട്ടെ. അല്ലാഹു തആല നമ്മെ
സ്വർഗത്തിൽ പ്രവേശിപ്പിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.